ഹലോ ഫ്രണ്ട്സ്, ഇപ്പം നല്ല തണുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ അന്തപ്പെട്ട പോലെ ഉറങ്ങാനല്ലേ തോന്നുക നമുക്കൊക്കെ. പക്ഷേ നമ്മൾ നീച്ചാലേ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ പറ്റുള്ളൂ എന്നുള്ള ബോധമുള്ളത് കാരണം ആ ഉറക്കം അവിടെ ക്യാൻസലാക്കിയിട്ട് പെട്ടെന്ന് നീക്കുകയാണ് ചെയ്തത്. അങ്ങനെ നീച്ചപാടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് എടുത്ത് കുടിച്ച്. പിന്നെ അതേപോലെ തന്നെ പിന്നെ മീൻകാരെ കയ്യിൽ നിന്ന് മീനായിട്ട് കിട്ടിയത് കൂന്തളാണ് കേട്ടോ. അപ്പോൾ കൂന്തൾ ഉണ്ടാക്കുന്ന വീഡിയോ ആക്കാമെന്നാണ്ട് വിചാരിച്ച് അങ്ങനെ കൂന്തൾ ഉണ്ടാക്കാൻ ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് മുറിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രസമല്ലേ കാണാനൊക്കെ. അങ്ങനെ ഉള്ളി മുറിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല സന്തോഷമായിരിക്കണം എനിക്ക്. മുന്നത്തെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കണം. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കണമെന്ന് മനസ്സിലായിട്ടാണ്. അപ്പം ഇനിയും ആ ഒരു സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടാവണം കേട്ടോ. ഇനിയുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാവണം കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ ചടക്കുണ്ടാവണം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലത്തെ ഒരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ പുറത്തൊന്നും അങ്ങനെ പോവാതെ പുറത്തിട്ടുള്ള വീഡിയോസൊന്നും അധികം ചെയ്യാനുണ്ടാവില്ല. ഫുൾ നമ്മളെ വീട് പരിസരവും കിച്ചണും ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെയാണ് അധികം ചെയ്യാനുണ്ടാവുക. കാരണം പുറത്തേക്ക് അങ്ങനെ പോകണില്ലല്ലോ. മാസത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനാണ് പോവുണ്ടാവുക, അല്ലാതെ പോവാറില്ല. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ കൂന്തൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി കത്തിക്ക് തീരെ മൂർച്ചയില്ല കേട്ടോ. പണ്ടത്തെ പഴഞ്ചൊല്ല് പോലെ തക്കാളി മുറിക്കാൻ മൂർച്ച തീരില്ല. എത്ര മൂർച്ചയിട്ടും ഇങ്ങോട്ട് അരിയണില്ല. അവസാനം ഞാൻ സാധാ അരിയണ പോലെ അരിഞ്ഞിട്ടാ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അരിഞ്ഞ് പോയിട്ടാ. അങ്ങനെ തക്കാളിയും മുറിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാവില്ല, അത് ചതക്കാൻ വേണ്ടിയിട്ട് കല്ലിലിട്ടിട്ടാട്ടോ ചതച്ചത്. എന്താണെന്ന് വെച്ചാൽ ചെറിയ കുറച്ചൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ കല്ലിലിട്ടിട്ട് തന്നെ അരക്കൽ. മിക്സി തീരെ ഉപയോഗിക്കാറില്ല പൊതുവെ. കാരണം ഞങ്ങൾ 2-3 ആൾക്കാർക്കുള്ള കറിക്കൊന്നും മിക്സിയുടെ ജാറിട്ട് അതിലിട്ടിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ കല്ലിൽ നല്ല അടിപൊളി പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞ് കിട്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഞാൻ മറന്നത് കേട്ടോ മുളകിട്ടിട്ടില്ലല്ലോ. അങ്ങനെ പച്ചമുളകൊക്കെ പഴുത്ത് തുടങ്ങിയാണ്. എന്നാലും ഞാൻ 2 എടുത്തുകൊണ്ട് മുറിച്ചിട്ട് അതിൽ അരിഞ്ഞ് വെച്ചിട്ടാണ്. അങ്ങനെ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഏകദേശം കറക്റ്റായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ചട്ടിയൊക്കെ ഗ്യാസിൽ വെച്ചിട്ടോ. ചീനച്ചട്ടിയാണ് വെച്ചത്. നമ്മളെ ചട്ടിയൊക്കെ വക്ക് പൊട്ടിയ ചട്ടി പോലത്തെ ചട്ടികളൊക്കെ ആവട്ടെ. നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് വാങ്ങണം. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വാട്ടിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ തക്കാളിയൊക്കെ ഇട്ട് വാട്ടിയതിൻ്റെ ശേഷം പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊണ്ട് നല്ല വാട്ടി വെച്ച്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കൂന്തൽ ഇട്ടിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പുതിയ വീഡിയോസ് ഇനിയും പുതിയ വീഡിയോസ് ഞാൻ ഇടും. ഷോർട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് ആളുകൾ മോൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറൊക്കെ ഉണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ. പിന്നെ മുന്നൊരു ചാനൽ ഉണ്ടായിരുന്നു, അത് പകുതി വെച്ചിട്ട് ഫോണൊക്കെ കേടുവന്നതിന് ശേഷം ആ ചാനൽ പിന്നെ നിർത്തി വെച്ച്. പിന്നെ ഞാനത് തുടങ്ങിയത്. പിന്നെ പുതിയൊരു ചാനൽ തുടങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് ഈ ചാനൽ. അതേപോലെ തന്നെ അപ്പോൾ മുൻപുള്ള ചാനലിൻ്റെ അതേപോലത്തെ സപ്പോർട്ടും വ്യൂസും ഒക്കെ ഉണ്ടാവണം കേട്ടോ. നമ്മളതെല്ലാവരും ലൈക്കും ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവസാനം നമ്മളെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കും കേട്ടോ. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചിട്ട് ഒന്ന് കുറുന്നനാക്കി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. ഓക്കെ, ബൈ.